മാർ അബ്രാഹം കൊച്ചി രാജാവ് വഴി മാർപ്പാപ്പയ്ക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, ഗോവയിൽ തനിക്ക് നേരിടാവുന്ന പീഡനങ്ങൾ ഭയന്നാണ് താൻ ഗോവയിൽ നടന്ന പ്രാദേശിക സിനഡിൽ സംബന്ധിക്കാതിരുന്നത്. മാർപ്പാപ്പയുടെ ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഭാവിയിലുള്ള പ്രാദേശിക കൗൺസിലുകളിൽ സംബന്ധിക്കുവാൻ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ തിരിച്ച് മാർപ്പാപ്പ അദ്ദേഹത്തിന് എല്ലാവിധ സംരക്ഷണവും വാഗ്ദാനം ചെയ്തതോടെ ഗോവയിലെ അധികാരികളോടും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരോടും മെത്രാപ്പോലിത്തയ്ക്കടുത്ത ബഹുമതികളോടുകൂടി മാർ എബ്രാഹത്തെ സ്വീകരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നസ്രാണികൾക്ക് അങ്കമാലി അതിരൂപത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഭരണാധികാരി മാർ അബ്രാഹമായിരുന്നു. അദ്ദേഹത്തിന് സാമ്പന്തന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സെനഡ് വിളിച്ചുകൂട്ടുവാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാമ്പന്തനെ കിട്ടുന്നതിനെ കുറിച്ച് മാർ എബ്രാഹം ആലോചിച്ചു. അന്നത്തെ മലങ്കരയിലെ ആർച്ച് ഡീക്കൻ അർക്കദിയാക്കോൻ ഗീവർഗീസിനെ മെത്രാനായി അഭിഷേകം ചെയ്യുവാൻ മാർ അബ്രാഹം കൽദായ കത്തോലിക്ക പാത്രിയർഗീസ് ആയിരുന്ന മാർ അബ്ദീഷോ പാത്രിയർഗീസിനോട് അഭ്യർത്ഥിച്ചു. അബ്ദീഷോ പാത്രിയർഗീസ് അത് സമ്മതിച്ചു. പാലയൂരിന്റെ മെത്രാനായി മാർ എബ്രാഹത്തിന്റെ സാമ്പന്തനായിട്ട് ആർച്ച് ഡീക്കൻ ക്രിസ്തുവിന്റെ ഗീവർഗീസിനെ അഭിഷേകം ചെയ്യുവാൻ പാത്രിയർഗീസ് സമ്മതിച്ചു. പക്ഷേ ആർച്ച് ഡീക്കൻ തനിക്ക് മെത്രാൻ പട്ടം വേണ്ട എന്ന് പറഞ്ഞു. കാരണം താൻ മാർ എബ്രാഹം മെത്രാനെ സേവിക്കുന്നതിൽ തൃപ്തനാണ്. തനിക്കിപ്പോൾ മെത്രാൻ പട്ടം ആവശ്യമില്ല. അങ്ങനെ കേരളത്തിൽ ഉണ്ടാകാമായിരുന്ന ആദ്യ തദ്ദേശ മെത്രാൻ അങ്ങനെ നമുക്ക് നഷ്ടമായി. ഇത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ആർച്ച് ഡീക്കനെ മെത്രാനായി തന്റെ സാമ്പന്തനായി കിട്ടുന്നതിന് 1577 മാർ അബ്രാഹം മാർപ്പാപ്പയോട് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. മാർപ്പാപ്പ അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റർ ആക്കുവാൻ പറയുന്നു. അതോടൊപ്പം പാലിയൂരിന്റെ മെത്രാനാക്കുവാനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആർച്ച് ഡീക്കൻ അല്ലെങ്കിൽ അർക്കദിയാക്കോൻ ഇത് വിസമ്മതിക്കുന്നു. എങ്ങനെയാണെങ്കിലും 1585 മെത്രാൻ പട്ടം സ്വീകരിക്കാതെ തന്നെ ക്രിസ്തുവിന്റെ ഗീവർഗീസ് അർക്കദിയാക്കോൻ കാലം ചെയ്യുന്നുണ്ട്. മലങ്കരയിലെ സഭയുടെ ജാതിക്ക് കർത്തവ്യനായിരുന്നു അർക്കദിയാക്കോന്മാർ അഥവാ ആർച്ച് ഡീക്കന്മാർ. പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട വൈദികരായിരുന്നു ആർച്ച് ഡീക്കന്മാർ. മാർ അബ്രാഹത്തിന്റെ കാലത്ത് മലങ്കര നസ്രാണികൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന അർക്കദിയാക്കോനായിരുന്നു ക്രിസ്തുവിന്റെ ഗീവർഗീസ്. വളരെ പ്രശസ്തനായ അർക്കദിയാക്കോന്മാരിൽ ഒരാളാണ് ക്രിസ്തുവിന്റെ ഗീവർഗീസ്. അദ്ദേഹം പോർച്ചുഗീസ് മിഷണറിമാരുമായി വളരെ സൗഹൃദത്തിലായിരുന്നു. മാർ അബ്രാഹത്തിന്റെ പിൻഗാമിയായി ഇന്ത്യയുടെ മെത്രാപ്പോലീത്തയായി നിയമിക്കപ്പെടേണ്ടതായിരുന്നു അദ്ദേഹം. അങ്ങനെ മാർ അബ്രാഹത്തിന്റെ പദ്ധതി അനുസരിച്ച് സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ തദ്ദേശീയ കൽദായ മെത്രാപ്പോലീത്തയായി ഈശോ സഭക്കാരുടെ പിന്തുണയോടെ അദ്ദേഹം മാറേണ്ടതായിരുന്നു. ക്രിസ്തുവിന്റെ ഗീവർഗീസിനെ അർക്കിഡിയാക്കോനായി നിയമിച്ചത് കൽദായ കത്തോലിക്ക മെത്രാനായിരുന്ന ഇവിടെ മലങ്കരയിലെത്തിയ മാർ ഔസേപ്പ് സുലാഖയായിരുന്നു.